കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പ്രഗ്നൻ്റ് ആകുന്ന എല്ലാ സ്ത്രീകൾക്കും വയറിൽ വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുമെന്ന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഇതിനോടകം മനസ്സിലായി കാണും. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ വയറിലെ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആവുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരത്തിൽ വേദന അനുഭവപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ നമ്മുടെ പൊക്കിളിന് താഴെയുള്ള ഭാഗത്തായിരിക്കും വേദനകൾ അനുഭവപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസ് സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ സ്ട്രെച്ചിങ്ങിന്റെ എഫക്റ്റ് ഒക്കെ ഏറ്റവും കൂടുതൽ വരുന്നതും ഇംപ്ലാന്റേഷൻ നടക്കുമുള്ള പെയിൻസ് ഉണ്ടാവുന്നതും പ്രഗ്നൻസി ഗ്രോ ആകുമ്പോഴുള്ള പെയിൻസ് ഉണ്ടാവുന്നതും ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ ലോവർ അബ്ഡമന്റെ ഭാഗത്താണ്. ഒന്നുകിൽ പൊക്കിളിന്റെ നേരെ താഴെയുള്ള ഭാഗത്തോ അല്ലെങ്കിൽ വലതുവശത്തോ ഇടതുവശത്തോ ആയിട്ടായിരിക്കും നമുക്ക് വേദനകൾ അനുഭവപ്പെടുന്നത്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് പൊക്കിളിന് മുകളിൽ അനുഭവപ്പെടുന്ന വേദനയെ പറ്റിയിട്ടാണ് കേട്ടോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിൽ തന്നെ പറയട്ടെ, യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. കാരണം പ്രിമെൻസ്ട്രൽ സിംറ്റംസ്, അതായത് പീരിയഡ്സ് ആകാൻ പോകുന്നതിന് മുൻപ് തന്നെയുള്ള പല ലക്ഷണങ്ങളും കണ്ടിട്ടും PCOD പോലുള്ള ലക്ഷണങ്ങൾ കണ്ടിട്ടും പലരും തിങ്ക് ചെയ്യുന്നത് പ്രഗ്നൻസി ആയിരിക്കില്ല, പീരിയഡ്സ് ആയിരിക്കും എന്നാണ്. അങ്ങനെ വരുമ്പോഴേക്കും പീരിയഡ്സ് ഒന്നും ലേറ്റ് ആയി കഴിഞ്ഞാൽ പലരും പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിസിൻ ഒക്കെ ഓൾറെഡി അവരുടെ കയ്യിലുള്ള മെഡിസിൻസ് ഒക്കെ പ്രഗ്നൻസി അല്ല പീരിയഡ്സ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസി നഷ്ടമാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പലരും ചെയ്തു വെക്കുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പീരിയഡ്സ് മിസ്സായി അടുത്ത ദിവസമോ പീരിയഡ്സ് മിസ്സാവുന്നതിന് 2-3 ദിവസം മുൻപോ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തിൽ വേണ്ടത്ര HCG ഹോർമോൺ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ആ സമയത്ത് ഇങ്ങനെയും കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രഗ്നൻസി നഷ്ടമായി പോകും കേട്ടോ. അതൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. എന്നാൽ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോഴേക്കും നിങ്ങളിൽ സ്ട്രെസ്സും ആൻസൈറ്റിയും കൂടുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ വീഡിയോസ് കണ്ടിട്ട് പ്രശ്നമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിലും വരുന്നില്ലെങ്കിലും നിങ്ങളുടെ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പർ സ്റ്റൊമക് പെയിൻ, അതായത് നമ്മുടെ പൊക്കിളിന് മുകളിലുള്ള വേദന. എന്തുകൊണ്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള വേദനകൾ അനുഭവപ്പെടുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഏറ്റവും ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ഗ്യാസ് ട്രബിൾ ആണ്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ശരീരത്തിലെ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇൻക്രീസ് ആകുന്നു. അതുമാത്രമല്ല യൂട്രസിലെ മസിൽസ് ഒക്കെ ഒന്ന് എൻലാർജ് ആകാനായിട്ട് തുടങ്ങുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇതിന് നേരെ മുകളിൽ നിൽക്കുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ അതായത് നമ്മുടെ ദഹന വ്യവസ്ഥയെ അതൊന്ന് സ്ലോ ഡൗൺ ആക്കുന്നു. ഡൈജഷന്റെ ആ ഒരു മസിൽസ് ഒക്കെ ഒന്ന്, അല്ലെങ്കിൽ ആ ഒരു കുഴലുകളൊക്കെ ഒന്ന് ചുരുങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇത് കാരണമാകുന്നു. ഇങ്ങനെ ഗ്യാസ് കൂടുതലായിട്ട് വന്ന് ഫോം ചെയ്യുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പൊക്കിളിന് നേരെ മുകളിലുള്ള ഭാഗത്തും വേദന അനുഭവപ്പെടാം. ഷാർപ്പായിട്ടുള്ള ഒരു വേദനയായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്. ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ നീണ്ടു നിൽക്കുന്ന വേദന, പിന്നെ പോയിട്ട് പിന്നെയും വരുന്ന വേദന, അങ്ങനെയുള്ള വേദനകളായിരിക്കും അപ്പർ സ്റ്റൊമക്കിൽ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ കാരണമാവുന്നത്. നമ്മുടെ ഡൈജഷൻ, എല്ലാ സ്ത്രീകളും പ്രഗ്നന്റ് ആകുന്ന സമയത്ത് അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം സ്ലോ ആകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ വരുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകാം. ഗ്യാസ് മൂലമാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫിസിക്കലി ഒന്ന് ആക്റ്റീവ് ആകാനായിട്ട് നിൽക്കുക. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ദേഹം അനങ്ങിയിട്ടുള്ള ജോലികൾ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നിരുന്നാൽ കൂടി തന്നെ മൈൽഡ് ആയിട്ടുള്ള വാക്കിംഗ് നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളൊന്ന് ആക്റ്റീവ് ആകും. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ സമയത്തും ഇരിക്കാതെ അല്ലെങ്കിൽ കിടക്കാതെ കുറച്ചൊന്നും നടക്കുക, ആക്റ്റീവായിട്ടിരിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആണ്. പ്രഗ്നന്റ് ആകുന്ന ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് വയറ്റിൽ നിന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവുക. മോഷൻ പോകുമ്പോഴേക്കും കട്ടകട്ടയായിട്ട് പോവുക. ഒരിക്കലും നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആകാതിരിക്കുക. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ത്രൂ ഔട്ട് ആ ഒരു 9 മന്ത്സ് പലർക്കും ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാം. മോഷൻ പോകാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും നമ്മുടെ ഈ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇൻക്രീസ് ആകുന്നത് കൊണ്ടാണ്. ദഹനത്തെ ബാധിക്കുന്നത് പോലെ തന്നെ ഇത് നമ്മുടെ മോഷൻ പോകുന്നതിനെയും അഫക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മോഷൻ 2-3 ദിവസമൊക്കെ ആയിട്ട് അടുപ്പിച്ച് പോകുമ്പോഴേക്കും നമുക്ക് വയറ്റിന് പോകാനായിട്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പൊക്കിളിന് മുകളിലുള്ള ഭാഗത്ത്
കുത്തുന്നത് പോലെ ഒരു വേദന അനുഭവപ്പെടാം. ഭയങ്കരമായിട്ടുള്ളൊരു വേദനയായിരിക്കും നമുക്ക് ആ ഒരു സമയത്ത് ഉണ്ടാവുന്നത്. കുറച്ചു നേരം നമുക്ക് ആ വേദന ഉണ്ടാകും, പിന്നെ പോകും, പിന്നെ വരും, പിന്നെ പോകും, അങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത് കേട്ടോ. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ പ്രഗ്നൻസി നോക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിലും നിങ്ങൾ ഒരിക്കലും ഒരുപാട് പ്രഷർ കൊടുത്ത് മോഷൻ പാസ് ചെയ്യാതിരിക്കുക. കൂടുതൽ പ്രഷർ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുമൂലം പൈൽസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കൂടുതലാവും. നിങ്ങളുടെ ആ ഭാഗത്തെ മസിൽസ് ഒക്കെ ഒന്ന് വികസിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ വികസിച്ചു കഴിഞ്ഞാൽ മോഷൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേദന അനുഭവപ്പെടും. അതുകൊണ്ട് നിങ്ങൾക്ക് മോഷൻ പോകാൻ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴേക്കും വയറ്റിന് പോകുന്നതൊന്ന് ലൂസായിട്ട് പോകും. അതുപോലെ തന്നെ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി ഒരു മെഡിസിൻ നിങ്ങൾ ഉപയോഗിക്കുക. രാത്രി കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു സിറപ്പായിരിക്കും അല്ലെങ്കിൽ പൊടിയായിരിക്കും കലക്കി കുടിക്കാനുണ്ടാവുന്നത്. അത് നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഭയങ്കര സ്മൂത്ത് ആയിട്ട് തന്നെ മോഷൻ പൊക്കോളൂ കേട്ടോ. അങ്ങനെ പോകാതെ വരുമ്പോഴും നിങ്ങൾക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാകാം. മൂന്നാമത്തെ ഒരു ബുദ്ധിമുട്ടാണ് ഹാർട്ട് ബേൺ, അതായത് നെഞ്ചരിച്ചില്. നമുക്ക് നെഞ്ചിന്റെ അവിടെ ഭാഗത്തായിട്ട് എന്തോ വന്നിങ്ങനെ പുകയുന്നത് പോലുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാകുന്നത് കേട്ടോ. ഇതിന്റെ ഭാഗമായിട്ടും നമുക്ക് താഴെയുള്ള ഭാഗത്ത് നമ്മുടെ അപ്പർ സ്റ്റൊമക്ക് ഏരിയാസിൽ ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ അനുഭവപ്പെടാം. അടുത്ത റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് സ്ട്രെച്ച് ആവുന്നതും മസിൽസിൽ ഉണ്ടാവുന്ന വേദനയുമാണ്. നമ്മുടെ യൂട്രസ് എന്ന് പറയുന്നത് കുറച്ചധികം നാളുകൾ വരെ അതിന്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്നതാണ്. നമ്മുടെ എംബ്രിയോ വന്ന് അവിടെ അറ്റാച്ച് ആകുമ്പോഴേക്കും അത് വളരാനായിട്ട് തുടങ്ങും. നമ്മുടെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ഫസ്റ്റത്തെ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ സ്കാനിങ് നടത്തുമ്പോഴേക്കും എംബ്രിയോ അവിടെ വിസിബിൾ ആയി തുടങ്ങിയിട്ടുണ്ടാകും. ആ ഫീറ്റൽ പോളും അതുപോലെ സാക്കും ഒക്കെ വിസിബിൾ ആയി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിൽ അവിടെ ഒരു വികാസം അവിടെ സംഭവിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ഒരു വികാസം അവിടെ ഉണ്ടാകണമെങ്കിൽ അതിന്റെ ചുറ്റുവട്ടത്തുള്ള മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകാനായിട്ട് തുടങ്ങണം. അതുപോലെ തന്നെ അതിന്റെ ചുറ്റുമുള്ള സ്കിന്നും സ്ട്രെച്ച് ആകാനായിട്ട് തുടങ്ങണം. ഈ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിൽ റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പുറപ്പെടുവിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ശരീരത്തിലെ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകുമ്പോഴേക്കും ഇതേ എഫക്റ്റും ബുദ്ധിമുട്ടും വേദനയും ഒക്കെ തന്നെ നമുക്ക് ആ ഒരു മുകളിലോട്ടുള്ള പോർഷനിലും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. പ്രഗ്നൻസിയുടെ ആദ്യത്തെ മാസങ്ങളിൽ ഇത് ഫീൽ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ തന്നെ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് പേര് ചാനലിൽ പറയുന്നുണ്ട്, ചേച്ചി വയറിന്റെ പൊക്കിളിന് മുകളിലായിട്ട് വേദന വരുന്നു, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് ആയി എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടാലും നിങ്ങൾ ശരീരത്തെ അവോയ്ഡ് ചെയ്യാതിരിക്കുക. ശരീരത്തിന് വേണ്ടുന്ന പ്രോപ്പർ ആയിട്ടുള്ള കെയർ കൊടുക്കുക. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം പീരീഡിലായിരിക്കണം. എന്നാണോ നിങ്ങൾക്ക് പീരീഡ്സ് മിസ് ആകുന്നത് ആ ഡേറ്റ് വരെ എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് നിങ്ങൾ നിൽക്കുക. അതിനുശേഷം ഒരു 5 ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ HCG ഹോർമോൺ പ്രൊഡ്യൂസ് ആയിട്ടുണ്ടാകും കൃത്യമായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സമയത്തിന് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പറയുന്ന കൃത്യം ആ കാർഡിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കൃത്യം ടൈമിൽ തന്നെയാണോ റിസൾട്ട് വരുന്നത് എന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് മങ്ങിയ വര വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ പോലും കാണാൻ പറ്റുന്ന തരത്തിലുള്ള മങ്ങിയ വര ആ കാർഡിൽ പറഞ്ഞിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രഗ്നൻസി പോസിറ്റീവ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-നെ ഡേ 1 ആയിട്ടെടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.